Let's start learning English. ഹലോ മക്കളെ, നമ്മൾ 37 ക്ലാസ് 37-ലെത്തിയല്ലേ. വെൽക്കം ടു ക്ലാസ് 37. എല്ലാവരും അറ്റൻഡൻസ് ഇട്ടേ. ഇതുവരെ കഴിഞ്ഞ ആക്ഷൻ വേർഡ്സ് അതിൻ്റെ ബേസ് ഫോം ടീച്ചർ ഒന്ന് ഓടിച്ചു പോവാം. ഓക്കെ, ടീച്ചറുടെ കൂടെ തന്നെ പറയുക അതിൻ്റെ മീനിങ്ങും. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടേർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക, പ്രിപ്പയർ തയ്യാറാവുക തയ്യാറാക്കുക, മേക്ക് ഉണ്ടാക്കുക, ടീച്ച് പഠിപ്പിക്കുക, ബ്രിങ് കൊണ്ടുവരിക, ബൈ വാങ്ങുക, ബിഗിൻ തുടങ്ങുക, ബിക്കം ആയിത്തീരുക, ഡിഗ് കുഴിക്കുക, ഡു ചെയ്യുക, ഫർഗെറ്റ് മറക്കുക, ഫർഗിവ് പൊറുക്കുക, ഫോൾ വീഴുക, ഫീൽ തോന്നുക, ഫൈറ്റ് വഴക്കിടുക, ഫൈൻഡ് കണ്ടെത്തുക, ഫ്രീസ് തണുത്തുറക്കുക, ഗിവ് നൽകുക, ഹിയർ കേൾക്കുക, ലിസൺ ശ്രദ്ധിച്ച് കേൾക്കുക, കീപ്പ് വയ്ക്കുക, നോ അറിയുക, ലീഡ് നയിക്കുക, ലെൻഡ് കടം നൽകുക, റൈസ് ഉയരുക ഉദിക്കുക, സെൽ വിൽക്കുക, സ്പെൻഡ് ചെലവഴിക്കുക ചെലവാക്കുക, അഡ്വൈസ് ഉപദേശിക്കുക, പുഷ് തള്ളുക, പുൾ വലിക്കുക, ട്രൈ ശ്രമിക്കുക, ഫ്രൈ പൊരിക്കുക, ക്രൈ കരയുക, ഡ്രൈ ഉണങ്ങുക ഉണക്കുക, ക്ലീൻ വൃത്തിയാക്കുക അഴുക്കകറ്റുക, ടൈഡി അടുക്കി വയ്ക്കുക, ഡസ്റ്റ് പൊടി തട്ടുക, സ്വീപ്പ് അടിച്ചുവാരുക തൂത്തുവാരുക, മോപ്പ് തുടക്കുക, സ്പീക്ക് സംസാരിക്കുക. ഈ സംസാരം എന്താണ്? വൺ സൈഡഡ് സംസാരമാണ്. ഓക്കെ, ടോക്ക് സംസാരിക്കുക തന്നെ, പക്ഷെ എന്താണത്? സംഭാഷണം നടത്തുക. സ്പീക്ക് എന്ന സംസാരം ഒരു സൈഡഡ്, അതായത് നമ്മുടെ ആശയം വ്യക്തമാക്കുക എന്ന് പറയുന്നതാണ് സ്പീക്ക്. ഒരു സൈഡാണ്, കേൾവിക്കാരൻ കേട്ടുകൊണ്ടിരിക്കും, നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും, അതാണ് സ്പീക്ക്. ടോക്ക് എന്നുള്ളത് സംഭാഷണമാണ്, രണ്ട് സൈഡിലും സംസാരം നടക്കും. ഓക്കെ, ആശയവിനിമയം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഓക്കെ, അതാണ് സ്പീക്കും ടോക്കും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ അല്ലേ മക്കളെ? എല്ലാവരും സെക്കൻഡ് അറ്റൻഡൻസ് ഇട്ടോളൂ. നമുക്ക് ഇന്നത്തെ 2 വാക്കുകളിലേക്ക് പോകാം. ആദ്യത്തെ വാക്കാണ് ടെൽ, പറയുക അല്ലേ? ടെൽ എന്ന് പറഞ്ഞാൽ പറയുക തന്നെയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, സേയ്, SAY, സേയ് എന്നുള്ളതും പറയുകയല്ലേ? ആ 2 വാക്കുകൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് രണ്ടും പറയുക എന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസം വരും. ടെൽ എന്നുള്ള വാക്ക്, TELL, ടെൽ. ഓക്കെ, ടെൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനെ തുടർന്ന് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആരോടാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ
ടെൽ എന്ന് ഉപയോഗിക്കുക. നമ്മൾ ആരോട് പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം വരുമ്പോഴാണ് നമ്മൾ ടെൽ ഉപയോഗിക്കുക. ടെൽ മീ, ടെൽ അസ്, ടെൽ ഹിം, ടോൾഡ് മെർലിൻ, ടോൾഡ് ചാന്ദിനി. ഓക്കെ, അപ്പോൾ അതെന്താണ്? ടെൽ എന്നുള്ള വാക്ക് വരുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആരോടാണ് പറയുന്നത്, ഈ കാര്യം പറയുന്നത് ആരോടാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, നേരെ മറിച്ച് സേ എന്ന് പറയുന്ന സമയത്ത് ആരോട് പറയുന്നു എന്നുള്ളതിലല്ല കാര്യം, എന്താണ് പറയുന്നത് എന്നതിലാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് വാക്കുകളുടെയും അർത്ഥം സിമിലർ ആണെങ്കിൽ കൂടിയും നമ്മൾ ഉപയോഗിക്കുന്ന ഇടങ്ങൾ വ്യത്യസ്തമാണ്, രീതിയും വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വാക്കിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് ടീച്ചറിനോട് പറയണം. നമുക്കിത് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സ്പീക്ക്, ടോക്ക്, ടെൽ, സേ. സ്പീക്കും ടോക്കും അതുപോലെ തന്നെ ടെല്ലും സേയും പലപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി വെക്കുന്ന കാര്യമാണ്. കൺഫ്യൂഷൻ. ഓക്കെ, കൺഫ്യൂഷൻ. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്ക് ടെൽ. TELL, ടെൽ. V1 ഫോം, ബേസ് ഫോം, ടെൽ. ഓക്കെ അല്ലേ? TELL, ടെൽ. V1 ഫോം, ബേസ് ഫോം. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളൊക്കെ എങ്ങനെയാണ്? TOLD, ടോൾഡ്. ആദ്യത്തേത് T ആണ്, അവസാനത്തത് D ആണ്. അപ്പോൾ ഉച്ചാരണം അതിനനുസരിച്ച് തന്നെ വരണം. ടോൾഡ്. TELL, ടെൽ. TOLD, ടോൾഡ്. V1 form, base form, tell. V2 form, past form, told. V3 form, past participle form, told. V1 form, base form, tell. V2 form, past form, told. V3 form, past participle form, told. Tell, told. Tell, told. നിങ്ങൾ നോക്കിയേ ചിത്രം, സ്ക്രീനിലേക്ക് ചിത്രം നോക്കിയേ. ഒരാൾ മറ്റൊരാളുടെ ചെവിയിൽ എന്തോ പറയുകയാണ് അല്ലേ? പിന്നെ ഒന്ന് നോക്കിയേ വലതുവശത്ത്. ഇതാണല്ലേ പൊതുവേ നമുക്കറിയുന്ന ടെല്ലിങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. അത് നമുക്ക് വരുന്നത് ശരിക്കും എന്താണ്? കഥകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഇവിടെ എന്താണ്? ഒരു ഗ്രാൻഡ് മദർ ചെറിയ കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്കായിരിക്കും അല്ലേ? ഗ്രാൻഡ് ചിൽഡ്രൻ. ഓക്കെ, ഇവിടെ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ചിൽഡ്രൻ എന്ത് പറഞ്ഞു കൊടുക്കുകയാണ്? കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇതെന്തിനാണ് ടീച്ചർ വെച്ചത്? ടെല്ലിങ് സ്റ്റോറീസ് എന്നുള്ളതിൽ ഓർമ്മിപ്പിക്കാനാണ്. നിങ്ങൾക്കൊക്കെ അറിയാം ടെല്ലിങ് സ്റ്റോറീസ്, പക്ഷെ എന്നാലും ടീച്ചർ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഇവിടെ ചിത്രങ്ങൾ രണ്ടും ടീച്ചർ വെച്ചത് അതിനാണ്. ഓക്കെ, ടെല്ലിങ്, ടു ടെൽ. ഓക്കെ, TELL, ടെൽ. TOLD, ടോൾഡ്. V1 form, base form, tell. V2 form, past form, told. V3 form, past participle form, told. Okay അല്ലേ മക്കളെ? അടുത്തത് എന്താണ്? നമുക്ക് പറയുന്നു എന്ന് പറയണം അല്ലേ? ടെല്ലിങ്. TELLING, ടെല്ലിങ്. TELL, tell. TOLD, told. TELLING, telling. Okay, V1 form, base form, tell. V2 form, past form, told. V3 form, past participle form, told. V4 form, present participle form, telling. V5 form, third person singular present form, tells. Okay അല്ലേ? നിങ്ങൾ ഇതുപോലെ ഇതിനുമായിട്ട്, അതായത് ടെൽ എന്നുള്ള വാക്കുമായി സിമിലർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് V1, V2, V3, V4, V5 ഫോം ചെയ്യുന്നതിൽ സിമിലാരിറ്റിയുള്ള മറ്റൊരു വാക്ക് നിങ്ങൾ പഠിച്ചിരുന്നു. അതേതാണെന്ന് കോമെൻറ്റ് ചെയ്യുക. നോക്കട്ടെ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന്. ടെൽ, ടോൾഡ്, ടെല്ലിങ്, ടെൽസ് എന്നാവാൻ വേണ്ടിയിട്ട് TELLS. ഓക്കെ, ജസ്റ്റ് എസ് ചേർത്ത് വെക്കാനേ ഉള്ളൂ. നമ്മൾ ടെല്ലിങ് ആക്കിയതുപോലെ ടെല്ലിങ് ആക്കാൻ വേണ്ടി ടെല്ലിൻ്റെ കൂടെ ING ചേർത്ത് വെച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് TELLൻ്റെ കൂടെ എസ് ചേർത്ത് വെക്കുക. ഓക്കെ, ടെൽ, ടോൾഡ്, ടെല്ലിങ്,
tells. Okay, tell, told, told, telling, tells. Tell, told, told, telling, tells. Okay. നമുക്കിനി എന്ത് ചെയ്യാം? ഈ ടെൽ എന്ന വാക്ക് നമുക്ക് സെൻറ്റൻസസിലോട്ട് ഇടാം അല്ലേ? I tell my dog to sit. I tell my dog to sit. ഇവിടെ dog എന്നതിൽ ഷോർട്ട് വവൽ സൗണ്ട് ഓഫ് O. ഓക്കെ, I tell my dog to sit. സിറ്റ് എന്നുള്ളതിൽ ഷോർട്ട് വവൽ സൗണ്ട് ഓഫ് I. Sit. Okay, I tell my dog to sit. I tell my dog to sit. അപ്പോൾ ടെല്ലിൽ എങ്ങനെയാണ്? ഈയുടെ ഷോർട്ട് വവൽ സൗണ്ട്. ഓക്കെ, I tell my dog to sit. എൻ്റെ നായയോട് ഞാൻ ഇരിക്കാൻ പറയുന്നു. ഓക്കെ, I tell my dog to sit. എൻ്റെ നായയോട് ഞാൻ ഇരിക്കാൻ പറയും. I tell my dog to sit. എൻ്റെ നായയോട് ഞാൻ ഇരിക്കാൻ പറയാറുണ്ട്. ഞാൻ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമാണത്. ഓക്കെ, I tell my dog to sit. Next, she told us a funny story. She told us a funny story. She told us a funny story. അവൾ ഞങ്ങൾക്ക് ഒരു രസകരമായ കഥ പറഞ്ഞു തന്നു. അവൾ ഞങ്ങൾക്ക് ഒരു രസകരമായ കഥ പറഞ്ഞു തന്നു. അവൾ ഞങ്ങൾക്ക് ഒരു രസകരമായ കഥ പറഞ്ഞു തന്നു. She told us a funny story. She told us a funny story. സ്റ്റോറി എന്ന് പറയുന്ന സമയത്ത് സ്റ്റോറി. ഓക്കെ, സ്റ്റോറി. She told us a funny story. She told us a funny story. Okay. He has told me the answer already. He has told me the answer already. He has told me the answer already. Okay, answer ഉത്തരം. ഓൾറെഡി കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു. ഓൾറെഡി. ഓക്കെ, അതായത് ഇപ്പോൾ ഇതിനകം എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഓൾറെഡി. ഇതിനോടകം, അതായത് ഈ നമ്മൾ സംസാരിക്കുന്ന ആ സമയത്തിനോടകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി. ഹി ഹാസ് ടോൾഡ് മീ ദ ആൻസർ ഓൾറെഡി. അവൻ ഇതിനകം എനിക്ക് ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ ഇതിനകം എനിക്ക് ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ ഇതിനകം എനിക്ക് ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട്. ഹി ഹാസ് ടോൾഡ് മീ ദ ആൻസർ ഓൾറെഡി. ഓൾറെഡി. ഓക്കെ, ഓൾറെഡി. ഓൾറെഡി. ഓക്കെ, ഒരു നമ്മൾ എങ്ങനെ പറയുക, ഔൾ എന്ന് പറയരുത്, ഓൾ. ഓക്കെ, ഓൾറെഡി. Okay, already. He has told me the answer already. He is telling a secret. He is telling a secret. He is telling a secret. Secret എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രഹസ്യം അല്ലേ? Secret. He is telling a secret. അവൻ ഒരു രഹസ്യം പറയുകയാണ്. is telling, പറയുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, he is telling a secret. He is telling a secret. അടുത്തത്, my brother tells jokes all the time. My brother tells jokes all the time. My brother tells jokes all the time. ഇവിടെ joke എന്ന വാക്കിൽ O എന്നുള്ളത് ലോങ് വവൽ സൗണ്ടാണ്. എന്തുകൊണ്ടാണ്? ടീച്ചറ് ഇന്നലത്തെ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലാസ്റ്റ് ലൈവ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു റൂൾ, ഇന്നത്തതല്ല ഇന്നലത്തതിൽ. എന്താ പറഞ്ഞത്? ഏതെങ്കിലും ഒരു വവൽ സൗണ്ട്, അതിന് ശേഷമുള്ള കോൺസണൻറ്റ്,
അതിനുശേഷം ഒരു ഇ വരികയാണെങ്കിൽ ഈ സൈലൻ്റായി നിന്നുകൊണ്ട് ആ വവലിൻ്റെ ലോങ് വവൽ ശബ്ദം പുറപ്പെടുവിക്കും. ജോക്ക്. ഓക്കെ, JOKE, ജോക്ക്. നമ്മുടെ ഹോപ്പും ഹോപ്പും, മോപ്പും മൂപ്പും, ജോക്ക്. ഓക്കെ, JOKE. ഓക്കെ അല്ലേ മക്കളെ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്തോർത്ത് വെക്കുക. മൈ ബ്രദർ ടെൽസ് ജോക്സ് ഓൾ ദ ടൈം. മൈ ബ്രദർ ടെൽസ് ജോക്സ് ഓൾ ദ ടൈം. എൻ്റെ സഹോദരൻ എപ്പോഴും, ഓൾ ദ ടൈം, എല്ലായ്പ്പോഴും, എപ്പോഴും തമാശകൾ പറയും. ഓക്കെ, അത് ആളുടെ ശീലമാണ്. തേർഡ് പേഴ്സൺ സിംഗുലർ പ്രസൻറ്റ് ഫോം, ടെൽസ്. ഓക്കെ, മൈ ബ്രദർ ടെൽസ് ജോക്സ് ഓൾ ദ ടൈം. മൈ ബ്രദർ ടെൽസ് ജോക്സ് ഓൾ ദ ടൈം. എൻ്റെ സഹോദരൻ എപ്പോഴും തമാശകൾ പറയും. ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ സെൻറ്റൻസസ് വായിച്ചാലോ ഒരു 3 തവണ. ഐ ടെൽ മൈ ഡോഗ്സ് ടു സിറ്റ്. ഐ ടെൽ മൈ ഡോഗ് ടു സിറ്റ്. ഐ ടെൽ മൈ ഡോഗ് ടു സിറ്റ്. ഷീ ടോൾഡ് us a funny story. She told us a funny story. She told us a funny story. He has told me the answer already. He has told me the answer already. He has told me the answer already. അടുത്തത്, he is telling a secret. He is telling a secret. He is telling a secret. My brother tells jokes all the time. My brother tells jokes all the time. My brother tells jokes all the time. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും ടെൽ, ടോൾഡ്, ടോൾഡ്, ടെല്ലിങ്, ടെൽസ്, ഇതൊക്കെ ഒന്ന് കോമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. അടുത്ത വാക്ക് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, സേ. സേ നമ്മൾ ഡേ, വേ, പേ, പ്രേ, പ്ലേ എന്നൊക്കെ പറഞ്ഞത് പോലെ തന്നെ ഇതും സേ, ഇതും പറയുക എന്ന് തന്നെയാണ്. ടീച്ചർ മെയിൻ വ്യത്യാസം പറഞ്ഞു തന്നു തുടക്കത്തിൽ. എന്താണ് ഈ പറയുക എന്ന്? നമ്മൾ ടെൽ എന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഏതിനായിരിക്കും? ആരോടാണ് ഈ പറയുന്നത് എന്നുള്ളത്. പക്ഷേ സേ എന്നുള്ളതിൽ എന്താശയമാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സേ, SAY, സേ, SAY, സേ, സേ, ഇതും പറയുക എന്ന് തന്നെയാണ്. കൺഫ്യൂസ്ഡ് ആവണ്ട, പറയുക എന്ന് തന്നെയാണ്. പക്ഷേ ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റ് അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സേ, സേ, SAY, സേ, SAY, സേ, പറയുക, സേ. ഇപ്പോൾ ആ ചിത്രം നോക്കൂ, ലെറ്റ്സ് ഗോ. ആരോടാണ് പറയുന്നതെന്ന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, നമുക്ക് പോകാം. അപ്പം പോവുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ഓക്കെ, അതാണ് സേ, SAY, സേ. ഇനി പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? SAY എന്ന ബേസ് ഫോമിൽ നിന്നും Y എടുത്ത് പുറത്തേക്ക് കളയണം. എന്നിട്ട് ID ചേർക്കുക, ID, സെഡ്. ഉച്ചരിക്കുക, സെയ്ഡ് എന്നൊന്നുമല്ല, സെയ്ഡ് അതൊന്നുമല്ല, ഇറ്റ്സ് സെഡ്. സേയ്, സെഡ്, സെഡ്, സേയ്, സെഡ്, സെഡ്. ഓക്കെ, സേയ്, സെഡ്, സെഡ്. SAY, say, SAID, said. V1 form base form say, V2 form past form said, V3 form past participle form said. V1 form base form say, V2 form past form said, V3 form past participle form said. V1 form base form say, V2 form past form said, V3 form past participle form said. ഓക്കെ അല്ലേ മക്കളെ?
ഉച്ചാരണം തെറ്റിക്കരുത്. ഇറ്റ്സ് നോട്ട് സെയ്ഡ് ഓർ സെയ്ഡ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് സെഡ്. ഓക്കെ, സേയ്, സെഡ്, സെഡ്, സേയ്, സെഡ്, സെഡ്. ഇനി അടുത്തത് എന്താണ്? പറയുന്നു, ING അല്ലേ, ബേസ് ഫോം SAY, അതിലേക്ക് ING ജസ്റ്റ് ചേർത്ത് എഴുതാൻ മാത്രം മതി. സേയിങ്, നമ്മുടെ പ്ലേയിങ്, പ്രേയിങ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒരു A എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സേയിങ്. ഓക്കെ, സേയ്, സെഡ്, സേയിങ്. സേയ് പറയുക, സെഡ് പറഞ്ഞു, സേയിങ് പറയുന്നു. ഓർമ്മയിൽ വയ്ക്കുക, ടെൽ എന്ന് പറയുമ്പോൾ ആരോടാണ് പറയുന്നു എന്നുള്ളത് നമ്മൾ ടെല്ലിൻ്റെ അടുത്ത് തന്നെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ രീതിയിലാണ് നമ്മൾ ടെൽ യൂസ് ചെയ്യേണ്ടത്. ആരോടാണ് പറയുന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ടെൽ യൂസ് ചെയ്യും. എന്താണ് പറയുന്നത് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉള്ളതിന് നമ്മൾ സേ എന്ന് യൂസ് ചെയ്യും. ഓക്കെ, മറക്കരുത്. V1 form base form say, V2 form past form said, V3 form past participle form said, V4 form present participle form saying, V5 form third person singular present form says. Say, said, said, saying, says. Say, said, said, saying, says. V1 form base form say, V2 form past form said, V3 form past participle form said, V4 form present participle form saying, V5 form third person singular present form says. Say, said, said, saying, says. Say, said, said, saying, says. Okay, പറയുക. നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കണം ഈ ടെൽ, സേ എന്നുള്ളതിൻ്റെ ഉപയോഗത്തിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസസിലോട്ട് പോകാം. They say hello when they arrive. They say hello when they arrive. They say hello when they arrive. അവർ വരുമ്പോൾ ഹലോ പറയും. അവർ വരുമ്പോൾ ഹലോ പറയാറുണ്ട്. അവർ വരുമ്പോൾ ഹലോ പറയുന്നു. എന്തായാലും നിങ്ങൾക്ക് എഴുതാം, കാരണം അത് അവരുടെ ഒരു ഹാബിറ്റാണ്, ഒരു ശീലമാണ്. ഓക്കെ, ദേ സേ ഹലോ വെൻ ദേ അറൈവ്. ദേ സേ ഹലോ വെൻ ദേ അറൈവ്. ഷീ സെഡ് ഷി വാസ് ടയർഡ്. ഷീ സെഡ് ഷി വാസ് ടയർഡ്. She said she was tired. അവൾ പറഞ്ഞു അവൾ ക്ഷീണിച്ചു എന്ന്, അല്ലെങ്കിൽ ക്ഷീണിതയാണെന്ന്. ഓക്കെ, അവൾ പറഞ്ഞു ഷീ വാസ് ടയേർഡ്. അവൾ പറഞ്ഞു, അവിടെ പറഞ്ഞു എന്നുള്ളതിന് എന്താണ് പറഞ്ഞു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലാതെ ആരോട് പറഞ്ഞു എന്നുള്ളതൊന്നുമല്ല. അവൾ പറഞ്ഞു അവൾക്ക് ക്ഷീണമാണ്, അവൾ ക്ഷീണിതയാണ്. ഓക്കെ, അവൾ പറഞ്ഞു അവൾ ക്ഷീണിതയാണെന്ന്. അവൾ ക്ഷീണിതയാണെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു അവൾ ക്ഷീണിതയാണെന്ന്, അല്ലെങ്കിൽ അവൾ ക്ഷീണിതയാണെന്ന് പറഞ്ഞു. അവൾ ക്ഷീണിതയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഷീ സെഡ് ഷി വാസ് ടയേർഡ്. ഹീ ഹാസ് സെഡ് ദാറ്റ് മെനി ടൈംസ്. ഹീ ഹാസ് സെഡ് ദാറ്റ് മെനി ടൈംസ്. ഹീ ഹാസ് സെഡ് ദാറ്റ് മെനി ടൈംസ്. അവൻ അത് പലതവണ പറഞ്ഞിട്ടുണ്ട്. മെനി ടൈംസ്, പലതവണ. സെഡ് ദാറ്റ്, അത് പറഞ്ഞു. ഹാസ് സെഡ് ദാറ്റ്, പറഞ്ഞിട്ടുണ്ട്. ഹി, അവൻ. അവൻ പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. അവനത് പലതവണ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയോ എഴുതാം. അവനത് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ അവൻ പലതവണ അത് പറഞ്ഞിട്ടുണ്ടെന്ന് എഴുതാം. ഓക്കെ, ഹി ഹാസ് സെഡ്, അവൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്, അത്. മെനി ടൈംസ്, പലതവണ. ഓക്കെ, ഹി ഹാസ് സെഡ് ദാറ്റ് മെനി ടൈംസ്. അവൻ അത് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചാന്ദ്നി ഇസ് സേയിങ് സംതിങ്. ചാന്ദ്നി ഇസ് സേയിങ് സംതിങ്. ചാന്ദ്നി എന്തോ പറയുന്നുണ്ട്.
പറഞ്ഞുകൊണ്ടുണ്ട്. ഈ സേയിങ് എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചാന്ദിനി ഇസ് സേയിങ് സംതിങ്. ചാന്ദിനി എന്തോ പറയുന്നുണ്ട്. ചാന്ദിനി ഇസ് സേയിങ് സംതിങ്. ഓക്കെ. He says he will come later. He says he will come later. അവൻ പറയുന്നു അവൻ പിന്നീട് വരും എന്ന്. അവൻ പറയുന്നു അവൻ പിന്നീട് വരും എന്ന്. അവൻ പിന്നീട് വരാമെന്ന് പറയുന്നു എന്നതാണ് അതിൻ്റെ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴും അങ്ങനെയല്ലേ, അവൻ പിന്നീട് വരാമെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്നതാണ് അവൻ പറയുന്നു. ഹീ വിൽ കം ലേറ്റർ. അവൻ പിന്നീട് വരും. ഓക്കെ. അവൻ പറയുന്നു അവൻ പിന്നീട് വരും. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയുക ഇങ്ങനെയാണ്, ഹീ സേസ് ഹീ വിൽ കം ലേറ്റർ. പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴോ അവൻ പിന്നീട് വരാമെന്ന് പറയുന്നു. ഓക്കെ. പക്ഷെ ടീച്ചർ അടുത്തടുത്തുള്ള ഓരോ വാക്ക് വെച്ച് അർത്ഥം പറഞ്ഞതാണ് അങ്ങനെ കേട്ടോ. അവൻ പറയുന്നു അവൻ പിന്നീട് വരും. ഹി വിൽ കം ലേറ്റർ. അവൻ പിന്നീട് വരും. ലേറ്റർ പിന്നീട്. ഓക്കെ. ഹി സേസ് ഹി വിൽ കം ലേറ്റർ. ഓക്കെ. നമുക്ക് സെൻറ്റൻസസ് വായിച്ചാലോ? 3 തവണ വായിക്കാം. ടീച്ചറിൻ്റെ കൂടെ തന്നെ വായിക്കണം. ഓക്കെ. ദേ സേ ഹലോ വെൻ ദേ അറൈവ്. They say hello when they arrive. They say hello when they arrive. She said she was tired. She said she was tired. She said she was tired. He has said that many times. He has said that many times. He has said that many times. Chandni is saying something. Chandni is saying something. Chandni is saying something. He says he will come later. He says he will come later. He says he will come later. ഓക്കെ അല്ലേ മക്കളെ? ആവർത്തിച്ച് വായിക്കുക, എന്നാലേ നിങ്ങൾക്കത് സെറ്റായി വരുള്ളൂ. ഓക്കെ. എന്നാലേ ഉച്ചാരണമൊക്കെ ഒന്ന് ശരിക്കും കറക്റ്റായിട്ട് സ്പീഡിൽ നമ്മുടെ വായിലേക്ക് വരുള്ളൂ. നമ്മളതൊന്ന് ആവർത്തിച്ച് വായിക്കുക തന്നെ വേണം. ഓക്കെ. അല്ലാതെ 1 തവണ 2 തവണ വായിച്ചു വന്നിട്ട് വേഗം റെക്കോർഡ് ചെയ്ത് ടീച്ചർക്ക് അയക്കുക എന്നുള്ള പരിപാടി വേണ്ട. വായിച്ച് ഫ്ലുവൻ്റ് ആക്കിയതിന് ശേഷം ടീച്ചർക്ക് റെക്കോർഡ് ചെയ്ത് അയക്കാം. ഓക്കെ. അപ്പം ഇപ്പം എന്ത് ചെയ്യണം? സേയ്, സെഡ്, സെഡ്, സേയിങ്, സേസ്. ഈ 5 വാക്കുകൾ ഇവിടെ കോമൻറ്റ് ചെയ്യാം. ഓക്കെ. ഇന്ന് നമ്മൾ 2 വാക്കുകൾ പഠിച്ചു. ടെൽ, സേ. അർത്ഥം പറയുകയാണെങ്കിൽ സെയിം മീനിങ് വരുന്നതാണ് ടെൽ, സേ. പക്ഷേ അതിൻ്റെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതെന്താണെന്ന് ടീച്ചർ പറഞ്ഞു. നമുക്കതിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ. ടെൽ. V1 ഫോം ബേസ് ഫോം ടെൽ. V2 ഫോം പാസ്റ്റ് ഫോം ടോൾഡ്. V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ടോൾഡ്. V4 ഫോം present participle form telling. V5 form third person singular present form tells. Say. V1 form base form say. V2 form past form said. V3 form past participle form said. V4 form present participle form saying. V5 form third person singular present form says. Okay അല്ലേ മക്കളെ? ഇവിടെ ഒന്ന് എന്ത് ചെയ്യാം? ഈ 2 വാക്കുകളും അതിൻ്റെ V1, V2, V3, V4, V5 ഫോംസ് ഒക്കെ ഒന്ന് കോമൻറ്റ് ചെയ്യാം. ഓക്കെ. വായിച്ചുകൊണ്ട് ഏത് കാര്യം നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴും വായിച്ചുകൊണ്ട് തന്നെ, അതായത് പറഞ്ഞുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത എന്തിനാണ് റെഡി ആവേണ്ടത്? ഓട്ടമത്സരം അല്ലേ? റെഡി ആയിക്കോളൂ. കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഉഷാറായി റെഡി ആയിക്കോളൂ. ഓക്കെ. എല്ലാവരും റെഡിയല്ലേ? റെഡി? 1, 2, 3 സ്റ്റാർട്ട്.
Run, ran, run, running, runs. Jump, jumped, jumped, jumping, jumps. Eat, ate, eaten, eating, eats. Brush, brushed, brushed, brushing, brushes. Read, 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 reading, reads. Drink, drank, drunk, drinking, drinks. Wash, washed, washed, washing, washes. Play, played, played, playing, plays. Sit, sat, sat, sitting, sits. Walk, walked, walked, walking, walks. Go, went, gone, going, goes. Come, came, come, coming, comes. Climb, climbed, climbed, climbing, climbs. Fly, flew, flown, flying, flies. Swim, swam, swum, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooked, cooking, cooks. Cut, 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 cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learnt, learning, learns. Stand, stood, stood, standing, stands. Sleep, slept, slept, sleeping, sleeps. Dance, danced, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, put, putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combed, combing, combs. Beat, beat, beaten, beating, beats. Hit, 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 hitting, hits. Kick, kicked, kicked, kicking, kicks. Prepare, prepared, prepared, preparing, prepares. Make, made, made, making, makes. Teach, taught, taught, teaching, teaches. Bring, brought, brought, bringing, brings. Buy, bought, bought, buying, buys. Begin, began, begun, beginning, begins. Become, became, become, becoming, becomes. Dig, dug, dug, digging, digs. Do, did, done, doing, does. Forget, forgot, forgotten, forgetting, forgets. Forgive, forgave, forgiven, forgiving, forgives. Fall, fell, fallen, falling, falls. Feel, felt, felt, feeling, feels. Fight, fought, fought, fighting, fights. Find, found, found, finding, finds. Freeze, froze, frozen, freezing, freezes. Give, gave, given, giving, gives. Hear, heard, heard, hearing, hears. Listen, listened, listened, listening, listens. Keep, kept, kept, keeping, keeps. Know, knew, known, knowing, knows. Lead, led, led, leading, leads. Lend, lent, lent, lending, lends. Rise, rose, risen, rising, rises. Sell, sold, sold, selling, sells. Spend, spent, spent, spending, spends. Advise, advised, advised, advising, advises. Push, pushed, pushed, pushing, pushes. Pull, pulled, pulled, pulling, pulls. Try, tried, tried, trying, tries. Fry, fried, fried, frying, fries. Cry, cried, cried, crying, cries. Dry, dried, dried, drying, dries. Clean, cleaned, cleaned, cleaning, cleans. Tidy, tidied, tidied, tidying, tidies. Dust, dusted, dusted, dusting, dusts. Sweep, swept, swept, sweeping, sweeps. Mop, mopped, mopped, mopping, mops. Speak, spoke, spoken, speaking, speaks. Talk, talked, talked, talking, talks. Tell, told, told, telling, tells. Say, said, said, saying, says. ഓക്കെ അല്ലേ മക്കളെ? നമ്മുടെ ഓട്ട മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ്സും അവസാനിക്കുകയാണ്. എല്ലാവരും
ഫൈനൽ അറ്റൻഡൻസ് ഇട്ടോളൂ. ഹാപ്പി ലേണിംഗ് മക്കളെ.